പത്തനംതിട്ട ജില്ലയിൽ മലപ്പള്ളി താലൂക്കിൽ കോട്ടാങ്കൽ ദേവീക്ഷേത്രാങ്കണത്തിൽ നടക്കുന്ന അതിപ്രശസ്തമായിട്ടുള്ള അനുഷ്ഠാന കലാരൂപമാണ് കോട്ടാങ്കൽ പടയണി. ധനുമാസത്തിലെ ഭരണിനാളിൽ ചൂട്ടുവെപ്പോടെ ആരംഭിച്ച് മകര മാസത്തിലെ ഭരണിനാളിൽ വലിയ പടയണിയോടുകൂടി അവസാനിക്കുന്നു. 28 പടയണി എന്ന് ഇതറിയപ്പെടുന്നു. ഈ കാണുന്നത് കുളത്തൂർക്കരക്കാരുടെ പടയണിയുടെ ആവശ്യത്തിനുള്ള രൂപങ്ങൾ ഉണ്ടാക്കുന്നതാണ്. പാളയിലും കുരുത്തോലയിലുമാണ് ഈ രൂപങ്ങളെല്ലാം ഉണ്ടാക്കുന്നത്. അതുപോലെ ക്ഷേത്രത്തിൻ്റെ അങ്കണത്തിൽ ഇവിടെ തന്നെ 2 തോഴങ്ങൾ കാണാൻ പറ്റും. അത് കുളത്തൂർക്കരയുടെയും രണ്ടാമത്തത് കോട്ടാങ്കൽക്കരയുടെയും ആണ്. ഇവിടെ കാളയുടെ രൂപങ്ങളാണ്, തടിയിൽ തീർത്തിരിക്കുന്ന രൂപങ്ങളാണ് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. കുളത്തൂർക്കരയും കോട്ടാങ്കൽക്കരയും ഇടപെട്ടുള്ള ദിവസങ്ങളിൽ അനുഷ്ഠിച്ചു വരുന്ന പടയണി അവസാനത്തെ 8 നാൾക്കാണ് ഏറ്റവും പ്രാധാന്യം. 2 കരകൾക്ക് 4 ദിവസങ്ങൾ വീതമാണ് നൽകിയിരിക്കുന്നത്. 25-ാം നാളിലും 27-ാം നാളിലും കുളത്തൂർക്കരയും അടവിയും വലിയ പടയണിയായിട്ടും നടത്തും. അതുപോലെ തന്നെ 26-ഉം 28-ഉം നാളിൽ കോട്ടാങ്കൽക്കരയുടെ അടവിയും വലിയ പടയണിയും നടക്കുന്നു. പഞ്ചകോലങ്ങൾ ഇവിടെ പ്രധാനമായിട്ട് ഉണ്ട് എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ശ്രീദേവി പടയണി സംഘവും ശ്രീഭദ്ര പടയണി സംഘവുമാണ് 2 കരക്കാരായിട്ടുള്ള പടയണി സംഘങ്ങൾ. വേലകളി, അടവി, പള്ളിപ്പാന, വെള്ളംകുടി, വിനോദം, കോലംതുള്ളൽ എന്നിവയാണ് പ്രധാന ചടങ്ങുകൾ. അതുപോലെ തന്നെ ഗണപതി കോലം, കുതിര, വൈരവി കോലം, സുന്ദര യക്ഷിക്കോലം, അരകി യക്ഷിക്കോലം, മറുത, പക്ഷി, കാലമാടൻ, കാലൻ എന്നിവയൊക്കെ തപ്പുമേളത്തിൻ്റെ താളത്തിൽ ഇവിടെ അരങ്ങേറുന്നു. ചരിത്ര പ്രാധാന്യമുള്ള കോട്ടാങ്കൽ ദേവീക്ഷേത്ര അങ്കണത്തിൽ നടക്കുന്ന ഈ പടയണി കാണാൻ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആൾക്കാരാണ് എത്തുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.